ആ സിനിമ ലാഗാണ്. പല സിനിമകൾക്കെതിരെ സ്ഥിരം കേൾക്കുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് ആണ്. സത്യത്തിൽ ഒരു ഡയറക്ടർ കാഴ്ചപ്പാടിൽ ലാഗെന്ന് നിങ്ങൾ വിളിക്കുന്ന പലതും ലാഗൊന്നും അല്ല കേട്ടോ. അതൊരു സ്ക്രിപ്റ്റ് ടൂളാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യപ്പൻ കോശി ഫിലിം എടുക്കണം, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതിൽ അയ്യപ്പൻ നായർ പുള്ളി സസ്പെൻഷനിലായിട്ട് വീട്ടിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ചില സീൻസൊക്കെ ഉണ്ട്. അതിൽ വലിയ ഡയലോഗ്സോ ആക്ഷൻസോ ഒന്നുമില്ല. എന്തിനാ ഈ സീൻ ഇത്ര വലിക്കുന്നതെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയാൽ അവിടെയാണ് ഈ സ്ക്രിപ്റ്റ് ടൂൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു സൈലൻസിൽ അയാളുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു പകയുടെ ആഴം നമ്മൾ തിരിച്ചറിയുന്നു. ആ ക്യാരക്ടർ അനുഭവിക്കുന്ന അതേപോലെ തന്നെ പ്രേക്ഷകനും ആ ഇമോഷൻ അനുഭവിക്കണം. ആ സ്ക്രിപ്റ്റ് ഡെലിബറേറ്റ്ലി അതുകൊണ്ട് തന്നെ പതുക്കെ ആവുകയാണ്. ഒരു ബ്രീത്തിങ് സ്പേസ് ആണത്. സീനിൽ നിന്നും മറ്റൊരു സീനിലേക്കുള്ള ഒരു ഇമോഷണൽ ട്രാൻസിഷൻ നടക്കുന്നത് ഇത്തരം സൈലന്റ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ്. ശരിക്കുള്ള ലാഗ് എന്നാൽ എന്താ പറയുക, കഥയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ സീൻസ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകണം. അല്ലാതെ ഇത്തരം മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പതുക്കെ ആകലുകളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഇനി സ്ലോ ആണെന്ന് തോന്നുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അത് നിങ്ങളെ ആ ഒരു സിനിമയുടെ മൂഡിലേക്ക് എത്തിക്കാനായിട്ട് ഡയറക്ടർ ഡെലിബറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണെന്ന് സിനിമ വെറുതെ കണ്ടു തീർക്കരുത്. അത് അനുഭവിച്ച് തന്നെ തീർക്കണം.